ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെഡ്മീസ് വേൾഡ്. അപ്പോൾ കുറേ നാളിന് ശേഷം, കുറേയെന്ന് വെച്ചാൽ ഒരു 1 ഇയറിൻ്റെ മേലെ ആയിട്ടുണ്ടാകും ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. സോ ഞാൻ ഇനി വീഡിയോസ് ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് ആസ് എ ഹോസ്റ്റൽ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ യൂഷ്വലി എണീക്കുന്നത് ഒരു 5:30 ആ സമയമാകുമ്പോഴത്തേനും എണീക്കും, അല്ലെങ്കിൽ അത് നേരത്തെ എണീക്കും. ഇന്നിപ്പോൾ ഒരു 5:45 6 മണിയായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് മോർണിംഗ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കുടിക്കും, ഒന്ന് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ദെൻ അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോസ് ഇട്ടാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ വെള്ളം കുടിച്ചു കഴിഞ്ഞു. ദെൻ നമുക്ക് ബേസിക് മോർണിംഗ് ഡ്യൂട്ടീസ് എല്ലാം ചെയ്യാം. ബ്രഷ് ചെയ്യുക, ദെൻ ഫേസ് വാഷ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഞാൻ ഈ പേസ്റ്റ് എന്തിനാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഡെൻറ്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തൊരു പേസ്റ്റാണ് ഓറോ ഹെൽത്തിൻ്റെ, വിച്ച് ഇസ് വെരി ഗുഡ്. അത് നമ്മൾ ഈ പല്ല് പുളിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ വേണ്ടവരത് ഉപയോഗിച്ചോളാം. ആൻഡ് പിന്നെ മോർണിംഗ് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ ഒരു ഫേസ് കെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫേസ് വാഷ് അപ്ലൈ ചെയ്യും ആൻഡ് മോയ്സ്ചറൈസർ ഇടും, ലിപ് ബാം ഇടും, ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമാണ്. സോ ഞാനിത് ആക്ച്വലി ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോർട്രേറ്റിൽ വെച്ചു. പിന്നെയാണ് ഞാൻ ആലോചിച്ചു, ഞാൻ ഷോർട്ട് വീഡിയോ അല്ലല്ലോ എടുക്കുന്നത്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന്. ഐ മീൻ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് വേണ്ടത്. സോ എനിവേ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചരിഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് 2 ടൈംസ് എ ഡേ ചെയ്താൽ മതി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഇടണം. ഞാനിപ്പോൾ ടിഷ്യൂ വെച്ചിട്ടാണ് എൻ്റെ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്യണേ. അതിന് മുന്നേ ഞാൻ അവിടെ ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സ്റ്റഡി ലാമ്പ് വെച്ചിട്ടാണ് അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ഇരുട്ട് രൂപത്തിലിരിക്കണേ. ദെൻ നന്നായിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്ത് ദെൻ മോയ്സ്ചറൈസർ ഇടുക. സോ എൻ്റെ സ്കിന്നിന് വലിയ പ്രശ്നങ്ങളില്ല, ടച്ച് വുഡ്, പ്രശ്നങ്ങളില്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ബേസിക് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ മേക്കപ്പ് ആണെങ്കിലും ലിപ്സ്റ്റിക് ഇടാറുണ്ട്, ലിപ്സ്റ്റിക് ബ്ലഷൊക്കെ ഇടാറുണ്ട്. സ്റ്റിൽ ഈ കൺസീലർ, ഹൈലൈറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. ആക്ച്വലി പഠിക്കണോണ്ട് എങ്ങോട്ട് പോകണില്ലല്ലോ, അപ്പോൾ അങ്ങനെ ആവശ്യമില്ലല്ലോ. ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടുന്നല്ലാതെ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് മോയ്സ്ചറൈസർ ഇടുമ്പോൾ. ജസ്റ്റ് എല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്, എല്ലാവർക്കും അറിയാം. ട്രിവാൻഡ്രത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഈ ചാനൽ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ചാനൽ കളയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ എന്തായാലും യൂട്യൂബ് വീഡിയോസ് ഇടാമെന്ന്. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, സ്റ്റാർട്ടിങ് എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. then ഞാൻ കുറച്ച് ലിപ് ബാമാണ് ഇടുന്നത്. ലിപ് ബാം ഞാനൊരു ആയുർവേദിക് ലിപ് ബാമാണ്. ഇത് ഞാനൊരു അവിടുത്തെ ഇതിൻ്റെ ഒരു പേരുണ്ട്, അവിടുത്തെ വാങ്ങിച്ചത്. അത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഈ ലിപ് ബാം. നമുക്ക് നന്നായി ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഈവനിങ് വരെയും നമ്മുടെ ലിപ്പ് ഒരു ഭയങ്കര നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു ലിപ് ബാമാണ്. ആൻഡ് ഇതിനൊരു ചെറിയൊരു ടിൻറ്റ് കൂടിയുണ്ട്, അതൊരു ബ്രൗൺ ടിൻറ്റാണ്. ആക്ച്വലി എനിക്ക് പിങ്ക് ടിൻറ്റിനെക്കാട്ടിലും ബ്രൗൺ ടിൻറ്റ് ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ലിപ്സ് ബ്രൗൺ ആണ്, അപ്പോൾ ഐ ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ചെറിയൊരു ഹെയർ കെയർ, ലൈക്ക് മോർണിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ കോംബ് ചെയ്യും. അതിൽ ഫ്രിസ്നെസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കോംബ് ചെയ്യും. ഇന്നലെ ഞാൻ കുളിച്ച് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാൻ ഷാമ്പു യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ ദീദി യൂസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എനിക്ക് അടുപ്പിച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ദീദി യൂസ് ചെയ്യും. കാരണം ദീദി ഒരു ആയുർവേദിക് ഷാമ്പു ആണ്, വലിയതായിട്ട് നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ ലോറിയലാണ് ഉപയോഗിക്കുന്നത്, ലോറിയൽ അബ്സല്യൂട്ട് റിപ്പയർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേ കണ്ടില്ലേ, സെറ്റായി. ഇനി നമുക്ക് പിന്നെ എൻ്റെ ഫേസിൽ 2 പിമ്പിൾ വന്നിട്ടുണ്ട്, വലുത്. ആൻഡ് താഴത്തെ പിമ്പിൾ ആക്ച്വലി എനിക്ക് ക്യൂട്ടായി തോന്നാറുണ്ട് ചില സമയത്ത്, ഈ നമ്മൾ ചെറുപ്പത്ത് കുത്തൊക്കെ ഇട്ട് തരില്ലേ അതുപോലെ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാം. ആൻഡ് മോർണിംഗ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് വാട്ടറിലാണ്. ആഫ്റ്റർ ദാറ്റ് ഞാനൊരു കപ്പ് കോഫി, ഒരു കപ്പൊന്നും കഴിക്കില്ല, ഒരു എമൗണ്ട് ഓഫ് കോഫി വിതൗട്ട് ഷുഗർ ആൻഡ് അതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. ആൻഡ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ വരെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവറുണ്ട് ഈ കെഫെയിനും ഗീയിലെ സംഭവങ്ങളും കൂടി മിക്സ് ആകുമ്പോൾ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഐ ലൈക്ക് ഓൾസോ. നല്ലൊരു ഇനീഷ്യലി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു എന്തോപോലെ തോന്നുമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അത്ര ബാഡ് അല്ല, ആക്ച്വലി നല്ലതാണ്.
പിന്നെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഞാൻ ആക്ച്വലി കുക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ ഞാൻ ജ്യൂസ് കുടിക്കാറുണ്ട് ഒരു 11 മണിയാകുമ്പോൾ. അപ്പോൾ അതാണ് ബീട്രൂട്ടും ക്യാരറ്റും നെല്ലിക്കയൊക്കെ ഇരിക്കണേ. പിന്നെ വീട്ടിലെ പോലെ തന്നെ എനിക്ക് ഫ്രൂട്ട്സ് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എപ്പോഴും കരുതി വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഞാൻ ബ്രൂയുടെ സാഷീസാണ് കേട്ടോ വാങ്ങിച്ച് വയ്ക്കാറ്. കാരണം മറ്റേ ഞാൻ ആ നെസ്കഫയുടെ ബോട്ടിൽ വാങ്ങിച്ച് വെച്ച് തണുത്ത് പോയി. അത്രയും വിലയും കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യണം, തണുത്ത് പോകുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമം. സോ ഞാൻ അത്തൻ്റെ കടയിൽ നിന്ന് സാഷീസ് കൊണ്ടുവരും. അപ്പോൾ ആരും എണീറ്റിട്ടില്ല, സാറ്റർഡേ അല്ലേ. ആൻഡ് ഇനി ഞാൻ രാവിലെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പഠിക്കും. ഒരു 2 hours സ്ട്രെച്ചോ അല്ലെങ്കിൽ 1.5 hours സ്ട്രെച്ചോ ഇരുന്ന് പഠിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഫുഡ് കഴിക്കും. അപ്പോൾ ഞാൻ ഇത് ടൈം ലാപ്സ് വെച്ചിട്ട് എടുത്താണിത് വീഡിയോ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എന്നാലും ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം പഠിക്കാം. അപ്പോൾ ഇനിയും ഞാൻ ആക്ച്വലി യൂട്യൂബിലെ വീഡിയോസ് ഇനിയുള്ളത് നമ്മുടെ ഡേ ഔട്ടും ഈവനിങ് ഞാൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെയൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് ഒരു വ്ളോഗ് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. പാരൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ വേറെ ചാനലിലാണ് ഞാൻ പാരൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ഇതൊരു വ്ളോഗ് ടൈപ്പ് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് വിശക്കാൻ തുടങ്ങി, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചില സമയത്ത് മെസ്സിൽ ഫുഡ് എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചില സമയത്ത് മാത്രമേ കുക്ക് ചെയ്യാൻ മൂടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മെസ്സിൽ ഫുഡ് എടുക്കും. മെസ്സിലെ ഫുഡ് നമ്മൾ തലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും. അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 5 ഇഡ്ഡലി ഉണ്ട്. ഞാൻ 5 ഇഡ്ഡലി കഴിക്കാൻ പോണില്ല. ഒരു 4 കഴിച്ച് ഓവർ വയറ് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ തോന്നില്ല. സോ ഞാനൊരു 3 ഇഡ്ഡലി, പിന്നെ വിശന്നാൽ ഞാൻ 3.5 ഇഡ്ഡലിയൊക്കെ കഴിക്കും. അങ്ങനെയാണ് കഴിക്കൽ. ആൻഡ് ഇന്ന് ചട്നിയും ഇഡ്ഡലിയും മാത്രമാണ്. നല്ല ഫുഡാണ് ആക്ച്വലി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് നമ്മൾ ഈ വീട്ടിൽ നല്ല ഫുഡ് കഴിച്ചിട്ട് ഹോസ്റ്റൽ ഫുഡ് കമ്പയർ ചെയ്യുമ്പോൾ ഒരിതാണ്. പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മെസ്സിൽ നിന്ന് എടുക്കുകയാണ്, അല്ലാതെ ഹോസ്റ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ എന്നാലും നല്ല ഫുഡ് കഴിച്ച് ശീലിച്ചുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കും, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് ഡേ. ഇനി ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടാവും, അതിന് പോവും. അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് കഴുകി വെച്ച ഇത് ഞാൻ പാത്രത്തിൽ എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ, മടിച്ചിട്ട് പാത്രം കഴുകണ്ടേ. അപ്പോൾ വെള്ളം കുടിച്ച് ഇനി ഇതൊന്നും കൊണ്ട് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് കളയണം, കപ്പൊന്ന് കഴുകി വയ്ക്കണം. മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഹോസ്റ്റൽ സ്റ്റുഡൻറ്റ് തീർന്നിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് നേരം കൂടെ പഠിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഉച്ചയാകുമ്പോഴത്തേക്കും ലഞ്ച് കഴിക്കും. അതൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ടൈമിലാണ് വാഷ് ചെയ്യുന്നത്. ഈ ടൈമല്ല, ജസ്റ്റ് ഒരു 11 മണിക്കൊക്കെ ശേഷം ഒരു സ്ട്രെച്ച് ഓഫ് പഠിത്തം കഴിഞ്ഞിട്ട് അടുത്തതാണ് വാഷ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എനിക്കത് റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരാൻ ആഗ്രഹം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.